ഇന്നലെയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടിയത് വൈകിട്ടാണ് കേട്ടോ. ഏട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് മീൻ വാങ്ങിക്കൊണ്ട്. നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല പച്ച വങ്കടയായിരുന്നു കേട്ടോ കിട്ടിയത്. നമ്മുടെ ഇവിടെ ഇതിനെ വങ്കട എന്നൊക്കെ പറയും. 200 രൂപയ്ക്ക് 3 കേട്ടോ. ഈ മീൻ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇത് വെട്ടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പൊതുവേ എനിക്ക് മീൻ വെട്ടാൻ ഇഷ്ടമേ അല്ല കേട്ടോ. അമ്മയാണ് എനിക്ക് മീനൊക്കെ വെട്ടിത്തരുന്നത്. ഇന്നാണെങ്കിൽ അമ്മ അമ്പലത്തിൽ പോയേക്കോ കേട്ടോ. പിന്നെ ഞാൻ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ഇതിൻ്റെ തൊലിയൊക്കെ എങ്ങനെയൊക്കെയോ പൊളിച്ചെടുത്തു. എന്തൊരു പാടാണെന്നോ. പിന്നെ ഞാനത് കഷ്ണങ്ങളൊക്കെ ആക്കി വറുത്തരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സോറി, തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മീൻ എന്ത് തന്നെ ആണെങ്കിലും ഏട്ടന് ഒരു കഷ്ണം വറുക്കുകയും വേണം. അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് കേട്ടോ ഏട്ടന് ഇഷ്ടം. എനിക്കാണെങ്കിൽ പുളിയും മുളകും വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഏട്ടന് ഇഷ്ടത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഞാനാണെങ്കിൽ അരപ്പെല്ലാം പുരട്ടി അങ്ങ് അടുപ്പത്ത് വെച്ചു കേട്ടോ. അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. നമ്മുടെ മീൻ അരച്ചതും അതുപോലെ തന്നെ കുഞ്ഞിന് ഫുഡ് കൊടുത്തതും ചായ ഇട്ട പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് കഴുകി വെച്ചപ്പോഴത്തേക്ക് അരപ്പൊക്കെ തിളച്ചു വന്നു. അപ്പോഴത്തേക്ക് കഷ്ണങ്ങളെല്ലാം വാരിയും കിട്ടു. പിന്നെ ഏട്ടന് മാത്രം ഒരു കഷ്ണം എടുത്ത് അങ്ങ് വറുത്തു കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് മാത്രം അങ്ങ് വറുത്തു. പിന്നെ 2 കഷ്ണം ചീനി ഇരിപ്പുണ്ടായിരുന്നു, അതും അങ്ങ് കുഴച്ചു കേട്ടോ. വേറെ കറികളൊന്നും ഇന്ന് ഉണ്ടാക്കിയില്ല. മീൻ വറുത്തതും മീൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ ചീനി ഒഴിച്ചതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ചീനിയൊക്കെ കുഴച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്, കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ.